ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞാൻ തലവേദനയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇന്ന് മെല്ലെയാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ എണീക്കുമ്പോൾ ഒരുപാട് നേരത്തെ ഒന്നും എണീച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ലോണം നേരം വെളുത്ത ശേഷം തന്നെയാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത്. എണീറ്റ് പിന്നെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് മിറ്റോടിക്കലൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം നമ്മുടെ ഈ സൈഡ് നമ്മൾ താഴെ കുറച്ച് വിറകും ചകിരിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അടുപ്പിൽ തീ കത്തിക്കുന്നില്ല, പിന്നെ എന്തിനാ വെറുതെ ഈ സ്ഥലം ഇങ്ങനെ ആ വിറകൊക്കെ ഇട്ടിട്ട് ആകെ നടക്കാനും കൂടെ പറ്റാണ്ടാകണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചകിരിയും കുറച്ച് ചിരട്ടിയും കുറച്ച് വിറകും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കി അതിന് ശേഷം നമ്മുടെ മേലെയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിന് ശേഷം താഴൊക്കെ ഒന്ന് നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മണ്ണും പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വിറകിൻ്റെയും ചകിരിയുടെയൊക്കെ മണ്ണും പൊടിയൊക്കെ ഉണ്ട്. അതെല്ലാം ഒന്ന് അടിച്ചതിന് ശേഷം എല്ലാവരും ഒന്ന് തുടച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മൾ ആദ്യം നമ്മുടെ മേലേക്ക് ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം താഴും എല്ലാവരും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ മേടിച്ച് പുതിയ ചാക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് രാവിലത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ തുണിയൊക്കെ വെച്ചിട്ട് തട്ടിലാണ് കേട്ടോ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് വേവാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സാമ്പാർ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ നാടൻകായ വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള സാമ്പാറാണ് കേട്ടോ. അത് ഞാൻ ഇന്നലെ വെച്ചതാണ്. അപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇഡ്ഡലിയും സാമ്പാറും പൊടിയും ചമ്മന്തിയും എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ ഇഡ്ഡലിയൊക്കെ ഒന്ന് റെഡിയാക്കി നമ്മുടെ കാസറോളിലൊക്കെ ഒന്ന് ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം റെഡിയായതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. ഞായറാഴ്ച ദിവസം ചിലപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ക്ലീനിങ് പരിപാടി ചിലപ്പോൾ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടായിരിക്കും കുളിക്കാറുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിരിക്കുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പൊടിയൊക്കെ പറ്റി വീണ്ടും കുളിക്കേണ്ടതായിട്ട് വരുമല്ലോ. അപ്പോൾ ഞാൻ വേഗം തന്നെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മെല്ലെ മെല്ലെ നമ്മുടെ ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് ആകെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്താ പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസം ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് അത് നല്ല വൃത്തിയോടെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ഫ്രണ്ടിലെ ഷെൽഫ് ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിലെല്ലാ സാധനങ്ങളും പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഏട്ടനാണ് കേട്ടോ ഷെൽഫ് വൃത്തിയാക്കുന്നത്. ഇനി ഞാനത് വൃത്തിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്കിലുള്ള കാര്യങ്ങൾ ആകെ തെറ്റിപ്പോവും. അതുകൊണ്ട് ഞാൻ ഷെൽഫ് വൃത്തിയാക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഏട്ടനാണ് കേട്ടോ ഷെൽഫ് വൃത്തിയാക്കാൻ നിൽക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ അക്ഷയ്ക്ക് 10ാം ക്ലാസ് കിട്ടിയിട്ടുള്ള ട്രോഫിയും മെഡലും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുറേ ഫോട്ടോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അതുപോലെ നമ്മുടെ ഷെൽഫൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ അത് കുറച്ചായിട്ടോ നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന സമയത്ത്, അതായത് ഞായറാഴ്ചകളിൽ നമുക്ക് ലീവാണല്ലോ, അപ്പോൾ കുറേശ്ശെ മെല്ലെ നമ്മൾ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷീറ്റിൽ ഇതുപോലെ വാറാലയൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തട്ടിയെടുക്കുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ഒരാൾ പറയുന്നുണ്ടായിരുന്നു മാസ്ക് ഇടണമെന്ന്. ഞാൻ പെട്ടെന്ന് വേഗം പോയി തന്നെ തട്ടി ചെയ്തു കേട്ടോ. അപ്പോൾ മാസ്ക് ഇടാനൊന്നും നിന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ കാര്യം മറന്നു പോയിട്ടോ. തട്ടിക്കഴിഞ്ഞ ശേഷമാണ് ഓർമ്മ വന്ന ഒരു മാസ്ക് ഇടായിരുന്നു എന്ന്. അത് പിന്നെ അധികം പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് വാറാലി ഉണ്ടായിരുന്നു. അത് വേഗം തന്നെ ചൂലുകൊണ്ടൊക്കെ ഒന്ന് തട്ടിയെടുത്ത് അതിന് ശേഷം നമ്മുടെ മിറ്റമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഏട്ടൻ ഏകദേശം നമ്മുടെ ഷെൽഫൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വന്നിട്ട് നമ്മൾക്ക് ഉച്ചക്കലയ്ക്കുള്ള വേണ്ടിയിട്ട് ഉള്ളിയും വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞാൽ ഉള്ളിൽ ഭയങ്കര ചൂട്, പിന്നെ അതുമാത്രമല്ല കറണ്ടും പോയി കേട്ടോ. അപ്പോൾ ഞാൻ വെളിയിലിരുന്നിട്ട് നേരാക്കി എടുക്കാൻ പറഞ്ഞാണ്. വെളിയിൽ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അശ്വിൻ സൈക്കിളിന് എന്തോ കംപ്ലൈൻറ്റ് ആയിട്ട് അതൊന്ന് ശരിയാക്കുമായിരുന്നു. പിന്നെ അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാൻ പിന്നെ വന്ന് അടുക്കളയിൽ കുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടാണ്. കറണ്ട് അപ്പോഴേക്കും വന്നു കേട്ടോ. പിന്നെ ഞാനൊരു പാൻ വെച്ച് കൊടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 4 വലിയുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതിലേക്ക് കുറച്ച്
ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് വഴണ്ടി വരണം. നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ ഇത്തിരി വഴണ്ടത് കുറവായി തോന്നുകയാണ്, പക്ഷേ ശരിക്കും നമുക്ക് നല്ലപോലെ വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ആ വഴണ്ടതിലേക്ക് നമ്മൾ 2 സ്പൂണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം നന്നായി തന്നെ മാറി വരണം. മാറി വന്നതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 3 സ്പൂണ് മല്ലിപ്പൊടി, 3 സ്പൂണ് മുളക് പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം മാറി നല്ലപോലെ വരണം. പച്ചമണം മാറാണ്ട് നമ്മൾ വേറെ ഐറ്റംസൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പച്ചക്കുത്ത് അങ്ങനെ ഉണ്ടാവും കേട്ടോ. പിന്നെ അതിൻ്റെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം 2 തക്കാളി അതുകൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ. ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. വല്ലാണ്ട് നമ്മുടെ തക്കാളി ഉടഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് മൂടി വെച്ച് നമ്മൾ ഓപ്പൺ ചെയ്ത് അതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. നമ്മുടെ ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ വേണം നമ്മുടെ ചിക്കൻ വെന്ത് വരാൻ വേണ്ടിയിട്ട്. അതിൽ വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ഐറ്റം നേരത്തെ ചേർക്കാൻ മറന്നുപോയി കേട്ടോ. തൈര് അതുകൂടെ ചേർത്ത് കൊടുക്കണം. അത് നമ്മൾ തക്കാളി ചേർത്തൊന്ന് വഴണ്ടതിന് ശേഷം വേണം തൈര് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് അപ്പം ചേർക്കാൻ ഓർമ്മയില്ല. അപ്പോൾ ചിക്കൻ ചേർത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ തൈര് ചേർത്ത് കൊടുത്ത് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ച് നന്നായി തന്നെ തെളിച്ച് വെന്ത് വരണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. നമ്മുടെ ചിക്കനുള്ള വെള്ളത്തിൽ വേണം നമ്മുടെ ചിക്കൻ വെന്ത് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ ചിക്കനിൽ കുറേശ്ശെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി തന്നെ വെന്ത് വരണം. അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അടച്ച് വെച്ച് അതൊന്ന് വെന്ത് വരട്ടെ. ആ ടൈമിനുള്ളിൽ നമുക്കൊരു സാലഡ് റെഡിയാക്കി എടുക്കാം. വലിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. കുറച്ച് നമ്മുടെ വെള്ളിരിക്ക കേട്ടോ അത് ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിത്തല ചേർത്ത് കൊടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള കട്ട തൈരോട് ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ റെഡിയായി വരാൻ സമയം എടുക്കും. ആ നേരം കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ സാലഡൊക്കെ ഒന്ന് റെഡിയാക്കി അതെല്ലാം ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലപോലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ വെന്ത് നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 6-7 നമ്മുടെ അണ്ടിപ്പരിപ്പ് കേട്ടോ വെള്ളത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്തിട്ട് വന്നതാണ്. അത് നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അണ്ടിപ്പരിപ്പ് കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നന്നായി തന്നെ തിളച്ച് വന്നതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കാണ്ടിരുന്നത് വേറൊന്നുമല്ല, നമ്മുടെ മുളക് പൊടി ചേർത്തതിൽ കുറച്ച് എരിവുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുരുമുളകും കൂടെ ചേർക്കുമ്പോൾ ഒരുപാട് എരിവായും പോകും മറ്റും ഞാൻ കുരുമുളക് ചേർക്കാണ്ടിരുന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അതുകൂടെ ചേർത്തെടുക്കുക. മല്ലിത്തലയും കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനത് മാറ്റി വെച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ ഷെൽഫൊക്കെ നമ്മൾ വൃത്തിയാക്കി അതുപോലെ തന്നെ ഫോട്ടോസും ട്രോഫികളും എല്ലാം ഞാനാണ് കേട്ടോ അറേഞ്ച് ചെയ്ത് വെച്ചത്. അതെല്ലാം അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണം വിചാരിച്ചു, പിന്നെ ഞാൻ മറന്നു പോയിട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് കാണിച്ചു തരാൻ പറ്റിയത്. ഞാനതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അതെല്ലാം ട്രോഫികളെല്ലാം റെഡിയാക്കി വെച്ചു, ഫോട്ടോ എല്ലാം റെഡിയാക്കി വെച്ചു. അതുപോലെ നമ്മുടെ ദിവാനൊക്കെ ഒന്ന് കുടഞ്ഞ് വെച്ചിട്ട് അതൊക്കെ ഒന്നൊരു സൈഡിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ കോലായൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇന്ന് ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള നെയ്ച്ചോറാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ അച്ചാറും സാലഡും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്കിന്ന് ഉച്ചക്ക് കഴിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മുടെ റെസിപ്പികൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.